നോട്ടുകെട്ടിലിൽ കിടന്ന് സുഖമായി ഒന്നുറങ്ങിയാലോ? എന്നാൽ ഇനി അത് ഉടൻ സാധ്യമാകും. പഴയ നോട്ടുകൾക്ക് പുതിയ ജീവൻ നൽകുകയാണ് RBI. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക പുനരുപയോഗ പദ്ധതിയിലൂടെ പഴയ നോട്ടുകൾക്ക് പുതിയ ഉപയോഗം കണ്ടെത്തുകയാണ് ഇപ്പോൾ. പഴകിയതും നശിച്ചതുമായ കറൻസി നോട്ടുകൾ ഇനി ചുട്ടു നശിപ്പിക്കുകയല്ല, അതിന് പുനർജീവൻ നൽകുകയാണ് ഇനി RBIയുടെ സമീപനം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് എന്ന ഹാൻഡ് ബോർഡ് നിർമ്മാണ സ്ഥാപനമാണ് ഈ പുനരുപയോഗ പ്രവർത്തനത്തിൽ RBIയുടെ പ്രധാന പങ്കാളി. RBI ശേഖരിക്കുന്ന പഴയ നോട്ടുകൾ ഈ ഫാക്ടറിയിലേക്ക് അയക്കുന്നു. അവിടെ വെച്ച് നോട്ടുകൾ പൾപ്പാക്കി മാറ്റി മരപ്പൾപ്പിനൊപ്പം ചേർത്താണ് ഹാൻഡ് ബോർഡ് തയ്യാറാക്കുന്നത്. ഇതുപോലെയുള്ള ഹാൻഡ് ബോർഡുകൾ ആധുനിക വാസ്തുവിദ്യയിൽ കട്ടിലുകൾ, അലമാരികൾ, ഷെൽഫുകൾ, മേശകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. പഴയ കറൻസി നോട്ടുകൾക്കിത് പുതുവേഷമാണ്. നേരത്തെ ഇത്തരം നോട്ടുകൾ കത്തിച്ച് നശിപ്പിക്കുകയോ മണ്ണിൽ കുഴിച്ചിട്ട് മൂടുകയോ ചെയ്യുകയായിരുന്നു പതിവ്. അതിനു പകരം ഇപ്പോൾ അവ വ്യാവസായിക ഉപയോഗത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. ഈ പദ്ധതി പരിസ്ഥിതിക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. നോട്ടുകൾ കത്തിക്കാത്തതുകൊണ്ട് വായുവിൽ അപകടകാരിയായ വാതകങ്ങൾ പുറപ്പെടുന്നത് ഒഴിവാകുന്നു. കൂടാതെ മണ്ണിൽ കളയുന്നത് ഒഴിവാക്കുന്നതിനാൽ മണ്ണിന്റെ സ്വാഭാവിക ഗുണങ്ങൾ കാക്കാനും സാധിക്കുന്നു. മരപ്പൾപ്പിന്റെ ഉപയോഗം കുറയുന്നത് വൃക്ഷനാശം കുറയ്ക്കുന്നതിനും സഹായകമാകും. RBIയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നാണ് പഴയ നോട്ടുകൾ ശേഖരിക്കുന്നത്. നോട്ടുകൾ ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ രൂപം മുഴുവൻ മാറ്റപ്പെടുന്നു. ഇവിടെ ഉപയോഗിക്കുന്ന നോട്ടിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായി നോട്ടുകൾ പൾപ്പാക്കുന്നതിന് മുമ്പ് കർശന നിയന്ത്രണങ്ങൾ പാലിച്ചാണ് പ്രവർത്തനം. അതിനുശേഷമാണ് ആ പൾപ്പ് ഹാൻഡ് ബോർഡ് ഫാക്ടറികളിലേക്ക് അയക്കുന്നത്. കേരളത്തിൽ ആരംഭിച്ച ഈ പദ്ധതി മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ RBI ആസൂത്രണം നടത്തുന്നുണ്ട്. ഹാൻഡ് ബോർഡ് ഫാക്ടറികളുമായി ഉചിതമായ കരാറുകൾക്കായി ബാങ്ക് പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ ഈ മാതൃകാ പദ്ധതി രാജ്യവ്യാപകമാകാൻ ഒരുങ്ങുകയാണ്. പണത്തിന്റെ യാത്ര ഇനി മുതൽ അവസാനിക്കില്ല. അതിന്റെ പുനരുജ്ജീവനം ഇനി മുതൽ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും ഒക്കെ മനോഹരമായ ഫർണിച്ചറായി കാണാവുന്നതാണ്. RBIയും കേരളത്തിലെ വ്യവസായങ്ങളും ചേർന്ന് പഴയ നോട്ടുകൾക്ക് നൽകുന്ന ഈ പുതിയ ജീവിതം പൊതുജനങ്ങൾക്കും ഒരു പാഠമാണ്. ഉപേക്ഷിക്കപ്പെടുന്ന ഓരോ വസ്തുവും വീണ്ടും ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു.